Hi students, good morning all of you. Welcome back to my video class. Today discuss triangle and circle. One triangle is and circle is given. Then how to find the circumradius of the circle. അതായത് ഒരു സർക്കിൾ triangle and circle. This is the heading, triangle and circle. So for one circle, center angle is given. Or center, make an angle, center angle AB. Therefore, one chord is AB. The one circle and triangle is given. Find the radius related with the radius and chord. This is the chord. Any length, this is denoted by A. Here center is 1 to write U A. Therefore, B is under letter C. This is the ABC. You are already studied one triangle ABC. A angle opposite A, small a. B opposite is small b. C opposite side small c. But here C is radius of the circle. This also radius of the circle. അതായത് നിങ്ങൾക്ക് പേര് എ ബി സി തന്നെ കൊടുക്കണമെന്നില്ല. ഞാൻ ഇവിടെ സ്മോൾ ലെറ്റർ എ ആണ് കോഡിന്റെ ലെങ്ത് എടുത്തത്. അപ്പോൾ ഒ എ ബി സി എന്ന് എടുത്താലും മതി. അപ്പൊ എന്തായിരിക്കും സെന്റർ നിങ്ങൾക്ക് എപ്പോഴും ഒ എൽ ഉണ്ടാവുക. അപ്പൊ സർക്കിൾ ഒ എന്ന് എടുക്കാം, എ എന്ന് എടുക്കാം, സൈഡ് ഇത് ബി ആക്കി എടുക്കാം. എ ബി എന്ന കോഡ് സെന്റർ ഒയുമാണ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ സ്മോൾ ആർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ ആക്കാം. നമുക്ക് എല്ലാ റേഡിയസും കൂടെ മാറണ്ട, ക്യാപിറ്റൽ ആർ ആക്കി എടുക്കാം. എ ആണ് ലെങ്ത് ഓഫ് ദ കോഡ് എ ബി. അപ്പൊ ഈ ലെങ്ത് ഓഫ് ദ കോഡും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലൊരു റിലേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ ഞാൻ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കി ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. സെന്ററിന് എങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഇനി നമുക്ക് ഇത് സെന്റർ ആംഗിൾ നമുക്ക് 2A ആണെന്ന് വിചാരിക്കാം. ആംഗിളിന്റെ മെഷർമെന്റ് 2A ആണെന്ന് വിചാരിക്കാം. ആംഗിൾ 2A ആണെങ്കിൽ നിങ്ങൾക്ക് എ എന്ന ഓപ്പോസിറ്റ് ആംഗിൾ എപ്പോഴും എ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് എ ബി സി എന്ന് പേര് കൊടുക്കാം. എ ബി സി എന്ന് കൊടുത്ത എ എന്നതിന്റെ സൈഡ് ഇവിടെ എന്തായിരിക്കും, ആംഗിൾ ആണ്. പക്ഷെ ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഒരു സർക്കിളിലുള്ള ട്രയാംഗിൾ ഉണ്ട്. ആ സെന്റർ ആംഗിൾ നമ്മൾ ഡിനോട്ട് ചെയ്തു, നമ്മൾ എടുത്തു, ഒരു 2A എന്ന് എടുത്തു. ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ എ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ സൈഡ് ആംഗിൾ അറിയാം 2A എങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എന്തായി മാറും, A ആയി മാറും. അതായത് ബൈസെക്ടർ ആണ് വരച്ചത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചതുകൊണ്ട് 2A ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാവാം. അപ്പം ആംഗിൾ അറിയാം, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കിട്ടും. ടോട്ടൽ ലെങ്ത് എ ആയതുകൊണ്ട് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എന്തായിരിക്കും, A/2. ഇവിടെ എന്തായിരിക്കും, A/2. ടോട്ടൽ ലെങ്ത് എ ആയതുകൊണ്ട് എ ലൈൻ ഡ്രോൺ ഫ്രം ദ സെന്റർ ടു ദ കോഡ് ബൈസെക്ട്. അതായത് നമ്മൾ സെന്ററിന് കോഡിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അതിന് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് എ ആയിട്ട് എടുത്തു. അപ്പൊ എ ആയിട്ട് എടുത്തത് കൊണ്ട് അതിന്റെ ഹാഫ് എന്തായിരിക്കും, A/2. ഇനി നിങ്ങൾക്ക് വീണ്ടും നോക്കാം, നമ്മൾ സൈനും കോസും ടാനെ പഠിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിൽ ആണ് വിചാരിക്കാം. മനസ്സിൽ നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കാം. നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്, ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അറിയാം. ഇനി നമുക്ക് റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ കാണാൻ ഇവിടെ 2A/2A. അപ്പൊ നമുക്ക് തന്നത് വെച്ചിട്ട് നമ്മൾ നോക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, തന്നത് എവിടേക്കാന്ന് നോക്കുക. ആംഗിൾ തന്നിട്ടുണ്ട്, ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. 90 ഡിഗ്രി ആയതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും ഉള്ള ഇക്വേഷൻ ഏതാണ്, സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ? അതായത് സൈൻ ആണ് ഇക്വേഷൻ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ആ ഇക്വേഷൻ എഴുതി വെക്കാം. സൈൻ എ കാണാനുള്ള ഇക്വേഷൻ ആണ്. ഓപ്പോസിറ്റ് സൈഡ്, ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഒന്നും എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കൊള്ളാം നോട്ടില്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എ ഓപ്പോസിറ്റ് ആയിട്ട് എന്താ ഉള്ളത്, A/2 ആണുള്ളത്, ആണോ? ഇനി
ഹൈപ്പോട്ടീസ് 90 ഓപ്പോസിറ്റ് ആയിട്ട് ക്യാപിറ്റൽ ആറുമാണ് ഉള്ളത്. നമുക്ക് ഒരു റിലേഷൻ കാണാൻ എന്നതല്ല നമ്മുടെ ലക്ഷ്യം. അപ്പം 6 ഞാൻ ക്രോസ് ആയിട്ട് ചെയ്താൽ എന്ത് നമുക്ക് കിട്ടും? a/2 is equal to r sin a എന്ന് വരും. ഇനി നമുക്ക് ലെങ്ത് ഓഫ് ദ കോഡ് ആണ് കാണേണ്ടത് വെച്ചാൽ a ആണ് കാണേണ്ടത് വെച്ചാൽ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ 2r sin a ആണ് വരിക. അപ്പൊ ഈ റിലേഷനാണ് റേഡിയസും ലെങ്ത് ഓഫ് ദ കോഡും തമ്മിലുള്ള ഒരു റിലേഷൻ. അതായത് റേഡിയസ് ഓഫ് സർക്കം സർക്കിളും ആ സർക്കം സർക്കിളിലെ കോഡിന്റെ ലെങ്ത്തും തന്നാൽ കോഡിന്റെ ലെങ്ത് കാണാൻ പറഞ്ഞാൽ 2r sin a. റേഡിയസ് ഓഫ് r കാണാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇത് അങ്ങോട്ട് കൊണ്ടുപോയ പോരെ. എന്താണ് ഇവിടെ നമ്മൾ r ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ 2r ആണ് കാണേണ്ടത് വെച്ചാൽ ഇതൊന്ന് 2r നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ആണ് കിട്ടുന്നതെങ്കിൽ 2r ആണ് കിട്ടുന്നത് വെച്ചാൽ സൈൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പം a/sin a ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ എന്തൊക്കെയാണ്? ലെങ്ത് ഓഫ് ദ കോഡാണ് കാണേണ്ടത്. എന്താണ് ലെങ്ത് ഓഫ് ദ കോഡാണ് കാണേണ്ടത് വെച്ചാൽ സെന്റർ ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ് കാണാൻ 2 ഇൻറ്റു സർക്കം റേഡിയസ് ഇൻറ്റു സൈൻ ഓഫ് സെന്റർ ആംഗിളിന്റെ, സെന്റർ ആംഗിൾ ഇവിടെ 2a ആണെങ്കിൽ സെന്റർ ആംഗിളിന് എന്താ വരിക? ഹാഫ്. എന്താ വരിക? ഹാഫ് ആണ് വരിക. അപ്പം അതിൽ 2r കാണാനാണെങ്കിൽ സൈൻ ഇങ്ങോട്ട് കൊണ്ടുപോവുക, a/sin a എന്ന് വരും. എന്താ വരിക? a/sin a. അപ്പൊ ഇത് മനസ്സിലായാൽ നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേരാം. എന്തൊക്കെയാ ചെയ്തത്? ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിൽ ഒരു സെന്റർ ആംഗിൾ മേക്ക് ചെയ്ത് നമ്മൾ ഒരു അസ്യൂം ചെയ്തു 2a എടുത്തു. 2a എടുത്തിട്ട് അതിന്റെ ലെങ്ത് ഓഫ് ദ കോഡ് എന്താക്കി എടുത്തു? a ആയതുകൊണ്ട് അതിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വെച്ചുകൊണ്ട് a/2 ആയി. സർക്കിളിന്റെ റേഡിയസ് ആണ്, സർക്കം സർക്കിളിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R. ഈ ആറും ലെങ്ത് ഓഫ് ദ കോഡും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ സെന്റർ ആംഗിളും ആണ് തന്നത്. അപ്പൊ അത് വെച്ച് ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ തന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആംഗിളിന്റെ എവിടെയാണ് തന്നത്? a/2 ഓപ്പോസിറ്റ്. ഇനി കാണേണ്ട, അതായത് അത് രണ്ടാണ് വേണ്ടത്, ആറുമാണ്. അപ്പം അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഏതേ ഉള്ളൂ? സൈൻ ആണ് കാണാനുള്ള ഇക്വേഷൻ. സൈൻ കാണാനുള്ള ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കൂടെ പറയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എന്നിട്ട് ആ ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ഥാനത്ത് a/2 കൊടുക്കാം, ഹൈപ്പോട്ടന്യൂസിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ R കൊടുക്കാം, ക്രോസ് ആയിട്ട് ചെയ്യുക, /2 എന്നുള്ള അങ്ങോട്ട് കൊണ്ടുപോയി ഇൻറ്റു 2. അപ്പം ലെങ്ത് ഓഫ് ദ കോഡ്, ഒരു സർക്കിളിലെ ലെങ്ത് ഓഫ് ദ കോഡ് കാണാൻ ഇക്വേഷൻ ആണ് ഡബിൾ ഓഫ് പ്രോഡക്റ്റ് ഓഫ് റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ആൻഡ് സൈൻ ഓഫ് ഹാഫ് ഓഫ് ദ സെന്റർ ആംഗിൾ. സെന്റർ ആംഗിൾ 2a ആണെങ്കിൽ അതിന്റെ ഹാഫ്. എന്താണ് ഒന്നുകൂടി പറയൂ? ലെങ്ത് ഓഫ് ദ കോഡ്. ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ക്വസ്റ്റ്യൻ അതാണെങ്കിൽ ഡബിൾ ഓഫ് പ്രോഡക്റ്റ് ഓഫ് റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ അല്ലെങ്കിൽ സർക്കം റേഡിയസ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് സൈൻ a ഓഫ് ഹാഫ് ഓഫ് ദ സെന്റർ ആംഗിൾ, സെന്റർ ആംഗിളിന്റെ ഹാഫ്. ഇനി നമുക്ക് റേഡിയസ് ആണ് അധിക ക്വസ്റ്റ്യനും ചോദിക്കാൻ വരിക. അപ്പൊ റേഡിയസ് കാണാൻ റേഡിയസ് ഉള്ള ഭാഗം എടുത്താൽ 2r അവിടെ വെച്ചു, സൈനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ a/sin a is equal to 2r. a/sin a is equal to 2r. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതില് പേര് നമ്മൾ സാധാരണ ട്രയാങ്കിളുടെ പേര് ABC എന്നല്ല കൊടുക്കുക, അത് വെച്ചിട്ട് ഞാൻ ചെയ്യാം. A, ഇവിടെ B, ഇവിടെ C എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സെന്റർ ആംഗിൾ 2a അല്ല വേണ്ട, അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെ വരച്ചാലും മതി. A ഇവിടെ നമുക്ക് A ആയിട്ട് എടുക്കും. എന്താ ട്രയാങ്കിളുടെ പേര്? ABC എന്ന ട്രയാങ്കിൾ എടുക്കാം. എന്നിട്ട് ഈ ആംഗിൾ A ആണെങ്കിൽ ഇതിന്റെ സെന്റർ ആംഗിൾ എന്തായിരിക്കും? നമ്മൾ സർക്കിൾ എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ആംഗിൾ സെന്റർ ആംഗിളിന്റെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ആംഗിൾ എന്തായിരിക്കും? സെന്റർ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അതായത് ഓൾട്ടർനേറ്റ് ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും സെന്റർ ആംഗിൾ. അതായത് നമുക്ക് ഇവിടെ A ആണെങ്കിൽ സെന്റർ ആംഗിൾ എന്തായി മാറും? 2a ആയി മാറും. നമുക്ക് A എന്ന് വിചാരിക്കും. ഇനി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നേരത്തെ മാതിരി നമ്മൾ ഡിവൈഡ് ചെയ്യാം, 90 ഡിഗ്രിയിൽ വരയ്ക്കാം. A എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ a എന്ന് വിചാരിച്ചു. ഇനി നേരത്തെ അതിന്നെ വന്നല്ലോ നിങ്ങൾക്ക്, അതുകൊണ്ടാണ് അത് ചെയ്തത്. ഇവിടെ 2a ആയതുകൊണ്ട് ഇവിടെ A, ഇവിടെ ടോട്ടൽ ലെങ്ത് A ആയതുകൊണ്ട് a/2. ഇതിന് നമ്മൾ എന്ത് പറയും? റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ, അതായത് സർക്കം റേഡിയസ് എന്ന് പറയും. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ ചിത്രം തന്നെ ആയില്ലേ? എന്താണ് വരിക?
എ ഓപ്പോസിറ്റ് സൈഡ് a/2. ഇവിടെ നമ്മൾ ടോട്ടൽ ലെങ്ത് ആംഗിൾ 2a ആയതുകൊണ്ട് a ആണ്. എന്റെ ഓപ്പോസിറ്റ് a/2. അപ്പൊ ഈ ഇക്വേഷൻ തന്നെ വന്നില്ലേ? അപ്പൊ അത് വെച്ച് നമുക്ക് ഓരോന്നും പറയാം. ഇവിടെ നമുക്ക് തിരിച്ചും പറയാം. ഇതിപ്പോ a ലെങ്ത് ഓഫ് ദ കോഡ് കാണാനുള്ള ഇക്വേഷൻ പ്രോഡക്റ്റ് ഓഫ് സർക്കം റേഡിയസ് ഇൻറ്റു സൈൻ ഓഫ് സെന്റർ ആംഗിളിന്റെ ഹാഫ് എന്ന് പറയാം. അങ്ങനെ പറയാനൊന്നുമില്ല. നമുക്ക് ഏതാണോ ഒരു സൈഡ് നോക്കുക, നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ട്രയാംഗിൾ ആണെന്ന് വിചാരിച്ചാൽ മതി. ഒരു സർക്കിളിലെ ഒരു ട്രയാംഗിൾ ആണെങ്കിൽ ഒരു ട്രയാംഗിളിന്റെ വെർട്ടെക്സും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എ എന്നാണ് എഴുതുക. അപ്പൊ ബി ആണെങ്കിൽ ബിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താ? സ്മോൾ ബി എന്ന് എഴുതും. സിയുടെ ഓപ്പോസിറ്റ് സ്മോൾ സി. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഇനി നമുക്ക് എ എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ലെങ്ത് ഓഫ് ദ കോഡ്. ഈ എ കാണാൻ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? എ കാണാൻ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്? 2r സൈൻ എ. സൈൻ എ എന്ന് പറഞ്ഞാൽ സെന്റർ ആംഗിളിന്റെ ഹാഫ് എന്ന് പറയണ്ട, ഈ ആംഗിൾ തന്നെ. അപ്പൊ എന്തായിരിക്കും? ഒന്നും കൂടെ ചിത്രം നോക്കിയിട്ട് പറയൂ. ഒരു ട്രയാംഗിൾ എ ബി സിയില് ഇത് എ ആണെങ്കിൽ ഇതിലെ റേഡിയസ് 2r ആണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ, എന്തായിരിക്കും ഇക്വേഷൻ വരിക? ഇത് തമ്മിലുള്ള റിലേഷൻ എന്താ? എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ എ ആണെങ്കിൽ എ കാണാനുള്ള ഇക്വേഷൻ ആണ് 2r റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഡബിൾ 2r ഇൻറ്റു സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ എന്റെ ഓപ്പോസിറ്റ് സൈൻ എ. അതുപോലെ നമുക്ക് എല്ലാ സൈഡും പറഞ്ഞൂടെ? അപ്പൊ ഒന്ന് പറയാം. ബി എന്ന സൈഡാണ് കാണുന്നതെച്ചാൽ ബി ആണെങ്കിൽ എന്താ വരിക? 2r സൈൻ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ വരിക? ബിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ വരുന്നത്? ബിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ? സ്മോൾ ബി അല്ലേ? അപ്പം ബി എഴുതാം. അപ്പൊ സി എന്ന സൈഡാണ് കാണുന്നതെച്ചാലോ 2r സൈൻ. സി എന്ന സൈഡ് ഏതിന്റെ ഓപ്പോസിറ്റ് സൈഡാ? ഈ ആംഗിളിന്റെ അല്ലേ? അപ്പൊ സൈൻ സി ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ പഠിക്കാം. നമുക്ക് ലെങ്ത് ഓഫ് ദ കോഡ് കാണാൻ സെന്റർ ആംഗിൾ തന്നെ വേണമെന്നില്ല, ഒരു ട്രയാംഗിളിന്റെ ആംഗിൾസ് തന്നാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇവിടെ ഒരു 30 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ലെങ്ത് ഓഫ് ദ കോഡ് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. റേഡിയസ് ഓഫ് കർവേച്ചർ കാണുന്നുണ്ട്. അപ്പൊ റേഡിയസ് ആണ് കാണുന്നത് ഞാൻ ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ ഇതും അതേമാതിരി ഒന്ന് മാറ്റി പറഞ്ഞോളൂ. ഇവിടെ ബി ആണെങ്കിൽ എന്താ വരിക? ബി ബൈ സൈൻ ബി ഇസ് ഈക്വൽ ടു 2r അല്ലെ? ബി ബൈ സൈൻ ബി ഇസ് ഈക്വൽ ടു 2r. അതുപോലെ സി ആണ് കാണിച്ച 2r ആണ് കാണിച്ച എന്താ വരിക? സി ബൈ സൈൻ സി. ഒക്കെ 2r അല്ലേ കാണുന്നത്? അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്തായി മാറും? എ ബൈ സൈൻ എ ഈക്വൽ ടു 2r ആണെന്ന് പറഞ്ഞു. പിന്നെ ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു 2r. ഈ ഇക്വേഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യം നമ്മൾ ഇതാണ് പഠിക്കേണ്ടത് ശരിക്കും. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയതാണ്. അപ്പൊ എന്താ വരിക? എ കാണാനുള്ള ഇക്വേഷൻ 2r സൈൻ എ ആണ്. അതിൽ 2r എന്ന് പറഞ്ഞ എ ബൈ സൈൻ എ അത് എഴുതിച്ചു. ഇതിൽ 2r കാണാൻ ബി ബൈ സൈൻ ബി, ഇതിൽ 2r കാണാൻ സി ബൈ സൈൻ സി. അപ്പൊ ഒക്കെ 2r ആയതുകൊണ്ട് ഈക്വൽ ടു 2r. അപ്പൊ 3 ഇക്വേഷനും കൂടെ കൂട്ടി എഴുതിയതാണ് എ ബൈ സൈൻ എ. അതായത് എ എന്നതാണെങ്കിൽ സൈൻ ഓഫ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എ. ബി എന്ന സൈഡ് ആണെങ്കിൽ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ക്യാപിറ്റൽ ബി. സ്മോൾ സി ആണെങ്കിൽ സൈൻ ഓഫ് ക്യാപിറ്റൽ സി ഈക്വൽ ടു 2r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ എങ്ങനെയാണ്? ഒരു ട്രയാംഗിള് എ ബി സി ആണെങ്കിൽ എ ബി സിയില് എന്റെ ഓപ്പോസിറ്റുള്ള സൈഡ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കൂ. 6 കാണാൻ എന്ത് ചെയ്താൽ മതി? ഇത് സ്മോൾ ലെറ്റർ എ. അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ വരിക? നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു 2r ആണ്. എന്താണ്? എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു 2r ആണ്. അപ്പൊ എന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് തന്നല്ലോ 10 സെന്റിമീറ്റർ. സൈൻ എന്റെ സ്ഥാനത്ത് എത്രയാ? 30. സൈൻ 30. ഇനി നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയില്ല. അപ്പൊ എന്ത് കിട്ടും? 2r കിട്ടും. റേഡിയസിന്റെ ഡബിൾ കിട്ടും. റേഡിയസിന്റെ ഡബിൾ കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡബിൾ ആണ് ഡയമീറ്റർ. അതായത് ഹാഫ് കണ്ടുപിടിച്ചൂടെ? റേഡിയസ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ റേഡിയസ് കാണാൻ ഇവിടെ എന്താ? ഈ എക്സാമ്പിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? എ 10 ബൈ സൈൻ 30. അതെന്താണ് നിങ്ങൾക്ക് അറിയാം? 10 ബൈ സൈൻ 30 ടേബിളിൽ നോക്കി ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സൈൻ 30ന്റെ വാല്യൂ എത്രയാ? ഹാഫ് ആണ്, 1/2 ആണ്. അപ്പൊ ആ 1/2ന്റെ റെസിപ്രോക്ക് എടുക്കുമ്പോൾ 10ന്റെ ഡബിൾ എത്ര? 20 വരും. റേഡിയസ് ഡബിൾ ഓഫ് റേഡിയസ് 20 വരും. അപ്പൊ റേഡിയസ് എന്താ വരിക? 10 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ 10, ഇവിടെ സൈൻ
30 ആണ്, ഈക്വൽ ടു 2r ആണ്. സൈൻ 30ന്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, 10/half ആണ്. ഹാഫ് 2r ആണ്. ഹാഫിന്റെ റെസിപ്രോക്കൽ 2 ആവും. 2 into 10 20 വരും. 2r 20 വരും. അത് ഡയമീറ്റർ 20 വരും. അപ്പൊ റേഡിയസ് എത്ര വരാം? 10 സെന്റിമീറ്റർ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടത്. റേഡിയസ് കാണാൻ, അല്ലെങ്കിൽ നമുക്ക് സൈഡ് ഓഫ് ദ ലെങ്ത്, അതായത് ലെങ്ത് ഓഫ് ദ കോഡ് എ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആറ് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ നമുക്കുണ്ടാവും. അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ എന്താണ്, ഇതിന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം എ എന്ന സൈഡാണ് കാണിച്ച 2r sin a, ബി എന്ന സൈഡാണെങ്കിൽ 2r sin c, സി ആണ് കാണിച്ച 2r sin c, ബി ആണ് കാണിച്ച 2r sin b. അതിന്ന് നമ്മളെ മൂന്നെണ്ണത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്തു, a by sin a equal to b by sin b, a by sin a equal to b by sin b equal to c by sin c equal to 2r. അത് നിങ്ങൾ റെഡി ആക്കി വെക്കുക. അപ്പൊ ഇക്വേഷൻ അറിയാലോ. എ കാണാനുള്ള ഇക്വേഷൻ എന്താ, എ കാണാനുള്ള 2r sin a, ബി കാണാനുള്ള ഇക്വേഷൻ എന്താ 2r sin b, സി കാണാനുള്ള ഇക്വേഷൻ 2r sin c. അതുപോലെ a by sin a equal to b by sin b equal to c by sin c equal to 2r. ഇത് എപ്പോഴാണ് അക്യൂട്ട് ആംഗിൾ ആവും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അക്യൂട്ട് ആകുമ്പോഴേ എന്താ ഉപയോഗിക്കേണ്ടത്, ഒബ്റ്റ്യൂസ് ആകുമ്പോൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90നേക്കാൾ കൂടുതലല്ലേ. അപ്പൊ 90നേക്കാൾ കൂടുതലാകുമ്പോൾ ടേബിൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 90നേക്കാൾ കുറയ്ക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യാം, ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മാറ്റാം. എന്തായിരിക്കും വരിക, a equal to 2r sin, പറഞ്ഞോളൂ നിങ്ങൾ പറയാം, 180 minus a ആയിരിക്കും. a by sin a sin 180 minus a equal to 2r ആയി. അതേപോലെ ഈ ഇക്വേഷൻ പറയൂ. ഇപ്പൊ ഒരു 110 ഡിഗ്രി ആണെങ്കിൽ എന്താ വരിക, b is equal to 2r sin 180 minus b, അതായത് b യുടെ 110 ആണ്. അപ്പൊ 70 ഡിഗ്രി വരും. അതിപ്പോ സി കാണാനുള്ള ഇക്വേഷൻ എന്താ വരിക, സി കാണാനുള്ള ഇക്വേഷൻ എന്താ പറയൂ, 2r sin 180 minus c. അപ്പൊ ആ ഇക്വേഷൻസ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ടേബിൾ ആക്കി വെക്കുക, പഠിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഇക്വേഷൻസ്, ഒബ്റ്റ്യൂസ് ആകുമ്പോഴും അക്യൂട്ട് ആകുമ്പോഴും മാറും. അപ്പൊ അക്യൂട്ട് ആംഗിൾ ആവുമ്പോൾ എ വെച്ച് കാണാനുള്ള ഇക്വേഷൻ വെച്ചും മറ്റേതും നിങ്ങൾ എന്ത് ചെയ്യുക, ടേബിൾ ആക്കി വെക്കുക. 6 ഇക്വേഷൻസ് ഉപയോഗിക്കുക. ആകെ ഒരു ഇക്വേഷനെ പഠിക്കേണ്ടുള്ളൂ. ഇത് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാം എഴുതാം. ഏതാണോ സൈഡ്, ഡബിൾ ഇൻറ്റു സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. അത് എ ഇസ് ഈക്വൽ ടു ബി ആയിക്കോണമെന്നില്ല. ബി ആണ് ബിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ, സി ആണ് കാണിച്ച അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ. ഇത്രയേ ഉള്ളൂ. എല്ലാം 90 കൂടുതലാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം, 180 ഒന്ന് കുറച്ച് പറയാം. എ എന്ന സൈഡാണ് കാണിച്ച 2r, ആ തന്ന ആംഗിൾ എന്താണോ ആ 180 കുറച്ചുകൂടെ ഇടാം. കാരണം എന്തുകൊണ്ടാ, നമുക്ക് ടേബിൾ 90നേക്കാൾ അബോവ് ആയ മെഷർമെന്റ് തന്നിട്ടില്ല. അപ്പൊ 90നേക്കാൾ ലെസ് ആയ വാല്യൂ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, 180 മൈനസ് ചെയ്യാം. അതും ഇതേമാതിരി നമുക്ക് പ്രൂവ് ചെയ്ത് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് പ്രൂഫ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ടേബിൾ ശരി ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് തന്നിരിക്കുകയാണ്. എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, സൈഡ് ലെങ്ത് ഓഫ് ദ കോഡ് കാണാനുള്ള ഇക്വേഷൻ ഡബിൾ ഓഫ് പ്രോഡക്റ്റ് ഓഫ് റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ആൻഡ് സൈൻ ഓഫ് ഹാഫ് ഓഫ് സെന്റർ ആംഗിൾ. അതാണ് ഇക്വേഷൻ. എന്താണ്, ഇൻ എ സർക്കിൾ ദ ട്രയാംഗിൾ എനി കോഡ്, ഏതൊരു കോഡ് കാണാനും ഈസ് ഡബിൾ ദ പ്രോഡക്റ്റ് ഓഫ് ദ റേഡിയസ് ആൻഡ് the sine of half of the center angle. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇൻ എ സർക്കിൾ ദ ട്രയാംഗിൾ ഓഫ് എനി കോഡ് ഈസ് ഡബിൾ ദ പ്രോഡക്റ്റ് ഓഫ് റേഡിയസ് ആൻഡ് ദ സൈൻ ഓഫ് ഹാഫ് ദ സെന്റർ. ആംഗിൾസ് എന്താണ്, ഇക്വേഷൻസ്. അതായത് നമ്മളിപ്പോ പഠിച്ച എല്ലാ ഇക്വേഷൻസും ഒന്ന് ടേബിൾ ആക്കി വെക്കുക. അക്യൂട്ട് ആവുമ്പോൾ ഇവിടെ ആംഗിൾ അക്യൂട്ട് ആകുമ്പോൾ എ 2a sin a, ബി ആണെങ്കിൽ 2r sin b, സി ആണെങ്കിൽ 2r sin c. ഈ 3 ഇക്വേഷനും കൂടെ a by sin a, b by sin b, c by sin c കണ്ടാൽ 2r ആണ്. അത് അക്യൂട്ട് ആകുമ്പോൾ. ഇനി ഒബ്റ്റ്യൂസ് ആകുമ്പോൾ എന്താണ്, ഒബ്റ്റ്യൂസ് ആകുമ്പോൾ a is equal to 2r sin a പകരം എന്താവും, 180 മൈനസ് a ആവും. b 2r sin 180 minus b ആവും. c
2r sin 180 minus c ആവും. ഇത് മൂന്നെണ്ണത്തൊന്നും ഇതേമാതിരി ഈ ഇക്വേഷൻ എങ്ങനെ വരും ഒന്ന് പറഞ്ഞു നോക്കൂ. a by sin 180 minus a equal to b by sin 180 minus b, c by sin 180 minus c equal to 2r. ഇങ്ങനെ ഇക്വേഷൻസ് റെഡിയാക്കി വെക്കുക. റെഡിയാക്കി പഠിച്ചിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എല്ലാവർക്കും ഇക്വേഷൻസ് എപ്പം ഏതൊക്കെയെന്ന് ഉപയോഗിക്കാൻ മറന്നു പോയത്. ഏരിയ കാണാനുള്ളതും ഹൈറ്റ് കാണാനുള്ളത് ഏത് സാഹചര്യം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണോ അത് ചെയ്യേണ്ടത് എന്ന് നന്നാക്കി മനസ്സിലാക്കി വെക്കുക. എന്നാൽ പിന്നെ ആ ഇക്വേഷൻസ് ഉപയോഗിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും അറിയുമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ് ട്രിഗ്നോമെട്രി. പഠിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ ആയിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അറിയാം, ഞാൻ എടുക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാം, ഞാൻ പറയുന്ന ജനറലിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അത് എങ്ങനെ ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ വരുമ്പോ എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ, അതായത് കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബോർഡ് വാങ്ങുക, ഓരോ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ ഇത് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ജനറൽ എന്താണ്, ആ ഇൻട്രൊഡക്ഷൻ എന്താണ്. ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലത്തിനേക്കാൾ പ്രാധാന്യം ഈ കണ്ടന്റ് എന്താണ്, ഈ കണ്ടന്റ് ചാപ്റ്ററിൽ എന്ത് കണ്ടന്റ് ആണ്, ആ ചാപ്റ്ററിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, സൈന് കോസ് ടാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അതിൽ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പറഞ്ഞു. 6 നമുക്ക് 3 പഠിക്കേണ്ടതുള്ളൂ. ആ സൈനും കോസും ടാനിന്റെ ഇക്വേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് പഠിക്കാം. പിന്നെ അടുത്തത് എന്താണ്, ഏതാണ് പഠിക്കേണ്ടത്, ഏരിയ കാണാനുള്ളത്. അത് സാധാ രീതിയിൽ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തിട്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ച് ചെയ്യാം. അത് വളരെ നല്ലതാണ്. സ്റ്റെപ്പൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ സുഖമായിട്ട് ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും തരികയാണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അക്യൂട്ട് ആവുമ്പോഴും ഒബ്റ്റ്യൂസ് ആവുമ്പോഴും ഏതാണ്, 180നേക്കാൾ ലെസ് ആവുമ്പോൾ അല്ല 90നേക്കാൾ ലെസ് ആവുമ്പോൾ ഏത് ചെയ്യണം, 90നേക്കാൾ കൂടിയാൽ ഇങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാം. പിന്നെ അടുത്തത് ഹൈറ്റ് ആണ് പഠിപ്പിച്ച്. ഹൈറ്റ് കാണാൻ അതും ഒരു സൈഡിന്റെ എൻഡിലുള്ള ആംഗിൾസ് തരാം, അല്ലെങ്കിൽ 2 ആംഗിളും ഇൻക്ലൂഡഡ് സൈഡ് തരുമ്പോൾ എങ്ങനെ ചെയ്യാം അതും പഠിപ്പിച്ചു. പിന്നെ നമ്മളിപ്പം റേഡിയസ് എങ്ങനെ കാണാം, അത് റേഡിയസ് ഓഫ് സർക്കിൾ, ഒരു ട്രയാങ്കിളും സർക്കിളിലെ റേഡിയസ് സർക്കിളും തരികയാണെങ്കിൽ, അതായത് സർക്കിളിലെ റേഡിയസ് കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻസ്, അതായത് ലെങ്ത് ഓഫ് ദ കോഡും കാണാൻ, രണ്ടും കാണാൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിലെ ബാക്കിയുള്ളത് ചെയ്യാം. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ സൈഡ്സ് റേഷ്യോ വെച്ചിട്ട് ചെയ്തു. 30, 30, 120 പഠിപ്പിച്ചിരുന്നു. 30, 60, 90 പഠിപ്പിച്ചു. 45, 45, 90 ആകുമ്പോൾ എന്താണ്, ഓരോ സൈഡ്സ് റേഷ്യോ നല്ലവണ്ണം പഠിക്കാം. അതും പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ ആകെ 6 പോയിന്റ്സ് ആണ്. 1 സൈന് കോസ് ടാന് കാണാനുള്ള ഇക്വേഷൻ, 2 ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ളത്, 3 സൈഡ്സ് റേഷ്യോ വെച്ചിട്ടുള്ള 3 ഇക്വേഷൻസ്, 4 ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻസ്, 5 നമ്മളിപ്പോ എന്താ പറഞ്ഞത്, റേഡിയസ് കാണാനുള്ള, അതായത് ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ സർക്കിൾ, അതായത് ഒരു സർക്കിളിന്റെ കോഡ് ലെങ്ത് കാണാൻ, അതും നിങ്ങൾ പഠിക്കുക. അപ്പൊ 5 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ 5 കാര്യങ്ങൾ നിങ്ങൾ ലെവലാക്കുക. ഇനി വലിയ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ കുറച്ച് അപ്ലിക്കേഷൻസ് ആണുള്ളത്. അപ്പൊ ഇത് പഠിച്ചവർക്ക് മാത്രമേ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ അത് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് പിന്നെ ഗൂഗിൾ മീറ്റിലെ ക്ലാസ്സും കൂടെ റെഡി ആക്കി എടുക്കുക. അപ്പൊ അതും കൂടി ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പഠിച്ചെടുക്കുക. ഇപ്പം തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കി പോവുക. ട്രിഗ്നോമെട്രി സർക്കിൾ നിങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതിയിട്ടില്ലായിരുന്നു. അപ്പൊ പഠിച്ചെഴുതാത്തവരൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് അറിയാം. അതുകൊണ്ട് അവർ ആ ചാപ്റ്റേഴ്സ് വീണ്ടും ഇതിന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇനി റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. അതിന്റെ ബാലൻസ് ആണ് ടാൻജന്റ് സർക്കിൾ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ടാൻജന്റിന് സർക്കിൾ വെച്ച് നോക്കുമ്പോൾ ടാൻജന്റ് വളരെ കുറവാണ്. അപ്പൊ കുറച്ച് കണ്ടന്റേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങൾ സർക്കിൾ പഠിച്ചെടുക്കുക. പഠിച്ചാൽ അതിന്റെ ബാക്കിയാണ് ടാൻജന്റ്. പിന്നെ കോർഡിനേറ്റ്സ് ആണ് ഉള്ളത്. കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 ദിവസം, പ്രോബിലിറ്റി 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റാവുന്ന ഒരു ചാപ്റ്റർ ആണ്. 2-3 ദിവസം കൊണ്ട്. അതുപോലെ വളരെ 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കോർഡിനേറ്റ്സ്. വളരെ ഈസി ആയിട്ട്, ആകെ
വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കണ്ട അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോർഡിനേറ്റ്സ്. പിന്നെ ജോമെട്രി ആൻഡ് ആൾജിബ്ര, പിന്നെ പോളിനോമിയൽ, സ്റ്റാറ്റിസ്റ്റിക്സ്, കൂടാണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചാപ്റ്ററും കൂടി സോളിഡ്സും കൂടി ഉണ്ട്. അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാം. ഈ പഠിച്ച കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് പോവുക. നമ്മുടെ എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എക്സാം വരാൻ പോവുകയാണ് എന്നുള്ള ഓർമ്മയിൽ എല്ലാവരും എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. എല്ലാ ചാപ്റ്ററും നല്ലവണ്ണം റെഡിയാക്കി എടുക്കുക. നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്. മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ടീച്ചർ എടുക്കുന്ന കാര്യങ്ങൾ, അതായത് അൻസാർ എടുക്കുകയാണെങ്കിൽ അൻസാർ സാറെ ക്ലാസ് മാത്രം പോരാ, നമ്മൾ അതിൻ്റെ കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതായത് കൂടുതൽ ടൈം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുക, അത്രയും നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കുകയും ചെയ്യും. അത് ഓർത്തെടുത്ത് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പം പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. വളരെയധികം ക്വസ്റ്റ്യൻ വായിക്കുന്ന ഇതും കൂടെ മീനിങ് എടുക്കുന്ന കാര്യം എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചത്, അത് ഓരോ വരി വായിക്കും. അതിന്റെ കൂടെ നിങ്ങൾ അതിന്റെ പിക്ചർ, ഇപ്പം ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഫിഗേഴ്സ് അതിന്റെ കൂടെ നിങ്ങൾ വരച്ചു പോവാം. ഒരു സർക്കിൾ ആണെങ്കിൽ സർക്കിൾ. ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഫിഗർ തരാതിരുന്ന എന്തിനാ വെച്ചാൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിയിട്ട് ആ ഫിഗർ നിങ്ങൾ എത്തിച്ചാൽ നിങ്ങൾക്ക് ആ ഫിഗർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസറിലേക്ക് എത്തിക്കാനും പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും വായിക്കുമ്പം അതിന്റെ ഫിഗറും കൂടെ വരച്ചു നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നതിനേക്കാൾ കൂടുതൽ ആ ഓരോ സെന്റൻസ് പറയുന്നതിന്റെ കൂടെ നിങ്ങൾ വരയ്ക്കുകയും കൂടി ചെയ്യാം. പിക്ചർ ഇപ്പം ട്രയാങ്കിൾ, ഇപ്പൊ ഒരു ട്രയാങ്കിൾ, അതിന്റെ ഇപ്പൊ നേരത്തെ ഒരു സൈഡ്, അതിന്റെ എൻഡിൽ ഒരു ആംഗിൾ, അപ്പൊ ആംഗിൾ വരയ്ക്കുക. അതിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ മാതിരി അങ്ങനെ ഓരോന്നും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ട് അത് വളരെ അപ്ലിക്കബിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ സിമ്പിളാണ്. 9th വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. ചാപ്റ്റർ 10th പഠിക്കാൻ വളരെ ഈസിയാണ്. എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്നതാണ്. 10th വെച്ച് നോക്കുമ്പോൾ 9th ആണ് കൂടുതൽ. നിങ്ങൾ 9th പഠിച്ചെടുത്ത കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാം, 10th വളരെ ഈസി ആയിട്ട് പാസ്സാവാം. അപ്പം അതുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. പഠിക്കുന്ന മെത്തേഡ് റെഡിയാക്കി എടുക്കുക. എങ്ങനെ പഠിക്കാം അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു വാല്യുബിൾ ഒരു രീതി വെക്കുക. അല്ലാണ്ട് ഒരാൾ പറയുന്ന രീതി അല്ലാണ്ട് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വായിക്കാം, ആ വായിക്കുന്ന രീതിക്ക് അനുസരിച്ച് ചിത്രങ്ങൾ വരയ്ക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് അൺനോൺ ആയ കാര്യം എന്താണ്, ഗിവൺ എന്താണെന്ന് മനസ്സിലാക്കുക എല്ലാ ക്വസ്റ്റ്യൻസിനും. അപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെന്ന് എഴുതി വെച്ചതിന് ശേഷം ഇനി എന്ത് കണ്ടുപിടിക്കണം എന്ന് നോക്കാം. ആ കണ്ടുപിടിക്കുന്ന രീതി ഏതൊക്കെ രീതിയിൽ നമ്മൾ ആ ചാപ്റ്റർ, ഇപ്പൊ സർക്കിൾ ചാപ്റ്ററിനെ സർക്കിൾ എന്തൊക്കെ പഠിച്ചു, ആ പോയിന്റിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, തിങ്ക് ചെയ്യാം. എന്നിട്ട് ആ ലാസ്റ്റ് ഫൈനൽ ആൻസറിൽ എത്തിക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. നമ്മൾ സർക്കിൾ എടുത്തതിൽ മുഴുവൻ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനോ അധികമുള്ളൂ. വളരെ സിമ്പിളാണ്. അതുപോലെ ഇതിൽ ആകെ സൈഡ്സ് റേഷ്യോ വെച്ച് ചെയ്യാം. സൈന്, കോസ്, ടാന് ഇത് ഉപയോഗിക്കുക, അപ്ലൈ ചെയ്യാൻ പഠിക്കാം. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും അഡീഷനും സപ്പറേഷനും ഒന്ന് റെഡിയാക്കി വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി. പിന്നെ ഏത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, എല്ലാ ഇക്വേഷൻസ് മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ സൈൻ ഉപയോഗിച്ച് സ്റ്റെപ്സ് കൂട്ടുക. ഏതാണോ ഉപയോഗിക്കുന്നത്, സൈനോ കോസോ ടാനോ വെച്ചാൽ അത് ഉപയോഗിക്കുക. സ്റ്റെപ്സുകൾ എഴുതിയിട്ട് ആ രീതിയിലേക്ക് എത്തിക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നിങ്ങളെ ട്രിഗ്നോമെട്രിയിൽ നിങ്ങളെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ്സിൽ പോയാൽ നമുക്ക് ഇനിയുള്ള അടുത്ത എക്സസൈസ് എല്ലാ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് ചെയ്യാം. മനസ്സിലായോ? വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യും.